Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിന്റെ രൂപങ്ങൾ. ഏതൊക്കെയാണ് അതിന്റെ ഫോംസ്? പാസ്റ്റ് ടെൻസിൽ വരുന്നത് ഒന്നാമത്തേത് സിമ്പിൾ പാസ്റ്റ്, അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റിന്റെ ഫോർമാറ്റ് നോക്കാം. എന്താണ് ഫോർമാറ്റ്? ആദ്യം വരുന്നത് സബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ്, വെർബിന്റെ പാസ്റ്റ് രൂപം. അതായത് V2 ഫോം ഓഫ് ദി വെർബ്, വെർബിന്റെ V2വിനാണ് നമ്മൾ എന്ത് പറയുക? പാസ്റ്റ് ഫോം എന്ന് പറയാം. യൂസസ് ഓഫ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അടുത്തതായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ യൂസസ് ആണ്. ഒന്നാമത്തേത് ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ടു ഡിനോട്ട് എ പാസ്റ്റ് ആക്ഷൻ കംപ്ലീറ്റഡ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. അതായത് ഒരു നിശ്ചിത സമയത്ത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ആക്ഷൻ, അത്തരത്തിലുള്ള ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി. എക്സാമ്പിൾ, ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവനെ കണ്ടു. ആ യെസ്റ്റർഡേ എന്നുള്ളത് അതാണ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം, ഇന്നലെ. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ അവനെ കണ്ടു. അടുത്ത എക്സാമ്പിൾ, ഗാന്ധി വാസ് ബോൺ ഇൻ 1869. 1869 ഗാന്ധി ജനിച്ചു. അപ്പൊ ഈ 1869 ആ പെർട്ടിക്കുലർ ടൈം. അടുത്തത് ടു ഡിനോട്ട് എ ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിലെ ഒരു ഹാബിറ്റിനെ കാണിക്കാൻ. പാസ്റ്റിലെ ഹാബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ ഉണ്ടാവില്ല. നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ. ഇനിയാണ് ഹാബിറ്റ് പറയുന്നത്. ഐ പ്ലേഡ് ഫുട്ബോൾ എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിച്ചിരുന്നു. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഐ പ്ലേഡ് ഫുട്ബോൾ എവരി ഡേ, എല്ലാ ദിവസവും ഫുട്ബോൾ കളിച്ചിരുന്നു. ഐ ഓൾവേസ് വെന്റ് ടു സ്കൂൾ ബൈ ബസ്, ഞാൻ ബസ്സിലാണ് എല്ലായ്പ്പോഴും സ്കൂളിലേക്ക് പോയിരുന്നത്. അതായത് ഇത് സ്കൂളിൽ പോയിരുന്ന സമയത്തെ ശീലമാണ്, ഇപ്പോഴത്തെ കാര്യമല്ല. ഐ ഓൾവേസ് വെന്റ്, ഐ ഓൾവേസ് വെന്റ് ടു സ്കൂൾ ബൈ ബസ്. ഇനി അടുത്തത് ടു ഡിനോട്ട് ആൻ ആക്ഷൻ which occurred at a moment or a period of time in the past. അടുത്തത് പറയുന്നത് to denote an action which occurred at a moment or period of time in the past. പാസ്റ്റിലെ ഒരു മൊമെന്റിൽ, ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നടന്ന കാര്യം. എക്സാമ്പിൾ പറയുമ്പോൾ, I met PV സിന്ധു on our visit to Dubai. ദുബായിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞാൻ സിന്ധുവിനെ മീറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ദുബായിലേക്കുള്ള യാത്ര, അതാണ് ഒരു മൊമെന്റ്, ഒരു നിമിഷം എന്ന് പറയുന്നത്, ആ യാത്ര. I lived in Chennai for 5 years. 5 കൊല്ലത്തോളം ഞാൻ ചെന്നൈയിൽ താമസിച്ചു. അതൊരു പീരീഡ് ഓഫ് ടൈമാണ്. 5 കൊല്ലത്തോളം, ഇപ്പോഴല്ല. 5 വർഷത്തോളം ഞാൻ ചെന്നൈയിൽ താമസിച്ചു. ഇനി ഇൻ കണ്ടീഷണൽ ക്ലോസസ്, കണ്ടീഷണൽ ക്ലോസുകളിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. കണ്ടീഷണൽ ക്ലോസിൽ ഇഫ് ഐ ഹാഡ് മണി, എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ, ഐ ഹാഡ്, എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ, ഐ വുഡ് ബിൽഡ് എ ന്യൂ ഹൗസ്, ഞാനൊരു പുതിയ വീട്
നിർമ്മിക്കുമായിരുന്നു. ഇവിടെ ഇഫ് ഐ ഹാഡ് മണി അതാണ് സിമ്പിൾ പാസ്റ്റ്. ഏതില്? സബോർഡിനേറ്റ് കണ്ടീഷണൽ ക്ലോസിൽ കേട്ടോ, സബോർഡിനേറ്റ് ക്ലോസ് ആണത്. പിന്നെ ഇഫ് ഐ ട്രൈഡ് ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഐ കുഡ് ഈസിലി വിൻ ദ റേസ് എളുപ്പത്തിൽ എനിക്ക് മത്സരം വിജയിക്കാമായിരുന്നു. ഇവിടെ ഇഫ് ഐ ട്രൈഡ്. ഇനി സിമ്പിൾ പാസ്റ്റിൽ വരുന്ന ടൈം വേർഡ്സ് ഏതൊക്കെ ടൈം വേർഡ്സാ? അപ്പൊ ഈ ടൈം വേർഡ്സ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഏറ്റവും പ്രധാനം എസ്റ്റർഡേ, അതുപോലെ എഗോ, പ്രീവിയസ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്. ഈ പ്രീവിയസ് വീക്ക് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെയാണ് പ്രീവിയസ് ഡേയും പ്രീവിയസ് മന്തും. അപ്പൊ ഏതൊക്കെയാണ്? യെസ്റ്റർഡേ, എഗോ, പ്രീവിയസ്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്. ഇതൊക്കെ പാസ്റ്റ് ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന എക്സ്പ്രഷൻസ് ആണ്, ടൈം വേർഡ്സ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് നോക്കാം. സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പൊ ആദ്യം വേണ്ടത് സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് വാസോ വേറോ. എപ്പോഴാണ് വാസ് ഉപയോഗിക്കുക? സബ്ജക്റ്റ് സിംഗുലർ ആണോ വാസ്, സബ്ജക്റ്റ് പ്ലൂരൽ ആണോ വേർ. അതിനുശേഷം V1 പ്ലസ് ING. ഇനി ഇതിന്റെ യൂസസ് ഒന്ന്, ടു ഡിനോട്ട് കണ്ടിന്യൂറ്റി ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നടന്ന ഒരു കാര്യം തുടർന്നു എന്ന് കാണിക്കാൻ. പാസ്റ്റിൽ നടന്ന കാര്യം, ഇപ്പോഴല്ല, പാസ്റ്റിൽ നടന്ന ഒരു കാര്യം, ആ കാര്യത്തിന്റെ കണ്ടിന്യൂറ്റി, അത് തുടർന്നിരിക്കുന്നു എന്ന് കാണിക്കാൻ. എക്സാമ്പിൾ, ഷീ വാസ് വർക്കിംഗ് ഓൺ ദ ഫീൽഡ് ഓൾ ഡേ. ഓൾ ഡേ എന്ന് വെച്ചാൽ പകല് മുഴുവൻ അവള് വയലില് വർക്ക് ചെയ്യുകയായിരുന്നു. അവ പകല് മുഴുവൻ ജോലി ചെയ്തു കേട്ടോ. അടുത്ത എക്സാമ്പിൾ, ഷീ വാസ് കുക്കിംഗ് ഓൾ മോർണിംഗ്. രാവിലെ മുഴുവൻ അവള് കുക്ക് ചെയ്യുകയായിരുന്നു. രാവിലെ മുഴുവൻ സമയവും അത് തുടർന്നു. അപ്പൊ അതാണ് പാസ്റ്റിൽ ഒരു കാര്യത്തിന്റെ കണ്ടിന്യൂറ്റി. രണ്ടാമത്തേത്, ടു റെപ്രസെന്റ് ടു ഡിഫറെന്റ് ആക്ഷൻസ് ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം നടന്ന വ്യത്യസ്ത പ്രവൃത്തികൾ. ഡിഫറെന്റ് ആക്ഷൻസ് ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം നടന്ന രണ്ട് വ്യത്യസ്ത പ്രവൃത്തികൾ. എക്സാമ്പിൾ, ഐ വാസ് വാച്ചിങ് ടെലിവിഷൻ വൈൽ ഷീ വാസ് റീഡിങ്. ഞാൻ TV കാണുകയായിരുന്നു. വൈൽ ആ സമയം, ഷീ വാസ് റീഡിങ് അവൾ വായിക്കുകയായിരുന്നു. ഇനി അടുത്തത്, ഷീ വാസ് സ്ലീപ്പിംഗ് അവൾ ഉറങ്ങുകയായിരുന്നു. വൈൽ ഹെർ സിസ്റ്റർ വാസ് സ്റ്റഡിങ് അതേസമയം അവളുടെ സഹോദരി പഠിക്കുകയായിരുന്നു. അടുത്ത യൂസ്, ടു ഡിനോട്ട് ആൻ ആക്ഷൻ that was progressing in the past when another action happened. അതായത് ഒരു പ്രവൃത്തി പാസ്റ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് നോക്കാം. when she came അവള് വന്നപ്പോ, യു വേർ സ്ലീപ്പിംഗ് നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഇവിടെ യു വേർ സ്ലീപ്പിംഗ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ്, അതായത് ഇതാണ് തുടർന്നുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ അവള് വന്നു. അവള് വരുന്നതിന് മുൻപ് നിങ്ങൾ ഉറങ്ങയായിരുന്നു. അവള് വന്നപ്പോഴും ഉറങ്ങയായിരുന്നു. അവള് വന്നു പോയ ശേഷവും ഉറങ്ങാണ്.
കേട്ടോ. അതാണ് ടു ഡിനോട്ട് ആൻ ആക്ഷൻ ദാറ്റ് വാസ് പ്രോഗ്രസിങ്, കണ്ടിന്യൂ ചെയ്തത്. ഇവിടെ അവൾ വന്നു എന്നുള്ളത് ജസ്റ്റ് വന്നു പോയി. പക്ഷെ ഉറങ്ങുക എന്നുള്ളത് അങ്ങനെയല്ല, തുടർന്നു കൊണ്ടിരുന്നു. അടുത്ത എക്സാമ്പിൾ, ഷീ ഹിഡ് ബിഹൈൻഡ് ദ ഡോർ, അവള് ഡോറിനു പിന്നിൽ ഒളിച്ചു. വെൻ ദേ വേർ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്, അവര് ഒളിച്ചുകളി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോ അവള് വാതിലിന് പിറകില് ഒളിച്ചു. ഇവിടെ അവള് വാതിലിന് പിറകിൽ ഒളിച്ചു എന്നുള്ളത് ജസ്റ്റ് നടന്ന കാര്യമാണ്. എന്നാൽ അവര് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് പ്രോഗ്രസ് ചെയ്തതാണ്. അത് കുറച്ച് സമയമായിട്ട് തുടർന്നു എന്നുള്ളതാണ്. അടുത്തത് യൂസ്ഡ് വിത്ത് ഓൾവേസ് ടു ഡിനോട്ട് റെക്കറന്റ് ആക്ഷൻ, അതായത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരുന്നു, അതിങ്ങനെ വീണ്ടും വീണ്ടും നടക്കുക, അതായത് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതിനെ കാണിക്കാൻ, എല്ലാ സമയവും നടന്നു എന്നുള്ളതിനെ കാണിക്കാൻ ഓൾവേസ് ഉപയോഗിക്കുന്നു. എല്ലാ സമയവും, അതായത് ഷീ വാസ് ഓൾവേസ് ഗൈഡിങ് മീ ടു പെർഫോം വെൽ, നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് അവൾ എല്ലാ സമയവും എന്നെ ഗൈഡ് ചെയ്തു. They were always arguing with their manager, അവരുടെ മാനേജറുമായിട്ട് എല്ലാ സമയവും തർക്കിച്ചു, ആർഗ്യൂ ചെയ്തു. ഇവിടെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അതാണ് എന്ത്? റെക്കറന്റ് ആക്ഷൻ. അതിനെ കാണിക്കാൻ വേണ്ടി ഓൾവേസ് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. നോക്കൂ, ആദ്യം നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നോക്കൂ, സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഹാഡ്, അതിനുശേഷം V3, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. ഇതിന്റെ യൂസസ്: 1, when two actions occurred in the past, the past perfect tense is used to denote that action which was finished first, and then to denote second action the simple past tense is used. അതായത് പാസ്റ്റിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ, അതായത് രണ്ട് കാര്യങ്ങളും മുൻപ് നടന്നത്, അതിൽ ആദ്യം നടന്നത്, രണ്ട് കാര്യങ്ങൾ മുൻപ് നടന്നു, ജസ്റ്റ് വേണമെങ്കിൽ ഇന്നലെ നടന്ന രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് കാര്യങ്ങളിൽ ആദ്യം ഫിനിഷ്ഡ് ഫസ്റ്റ്, ആദ്യം ഏതാണോ പൂർത്തിയായതെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നതിനെ സിമ്പിൾ പാസ്റ്റിലും എഴുതണം, സൂചിപ്പിക്കണം. എക്സാമ്പിൾ, വെൻ സാം അറൈവ്ഡ് ഹോം, സാം വീട്ടിലെത്തിയപ്പോ, അത് സിമ്പിൾ പാസ്റ്റാണ്. ഹിസ് മദർ ഹാഡ് ഗോൺ ടു സ്ലീപ്പ്, അവന്റെ അമ്മ ഉറങ്ങിയിരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ്, സാമിന്റെ അമ്മ ഉറങ്ങിയിരുന്നു എന്നുള്ളത്. അപ്പൊ അമ്മ ഉറങ്ങിയ ശേഷമാണ് സാം എത്തിയത്. അടുത്തത് എക്സാമ്പിൾ, ദ മാജിക് ഷോ ഹാഡ് ബിഗാൻ ബിഫോർ വി റീച്ച്ഡ് ദി ഓഡിറ്റോറിയം, അതായത് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തുന്നതിന് മുൻപ് മാജിക് ഷോ തുടങ്ങി. ഇവിടെ ആദ്യം നടന്നത് മാജിക് ഷോ ആണ്, കാരണം അത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. നോക്കൂ, ദ മാജിക് ഷോ ഹാഡ് ബിഗൺ, ഹാഡ് പ്ലസ് V3. എന്നാൽ ബിഫോർ വി റീച്ച്ഡ് ദ ഓഡിറ്റോറിയം, ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തുന്നതിന് മുൻപ്. ഇതിനർത്ഥം മാജിക് ഷോ തുടങ്ങിയിട്ടാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയത്. ഇനി യൂസ്ഡ് വിത്ത് ടിൽ, അൺടിൽ, ബിഫോർ, എക്സെട്ര ടു സജസ്റ്റ് ദാറ്റ് ആൻ ആക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. ഇവിടെ ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി
ടില്, അഞ്ചിൽ, ബിഫോർ, എക്സെട്ര ഈ വേർഡ്സ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, സാം വെയിറ്റഡ് ദേർ, സാം അവിടെ കാത്തു നിന്നു. ടിൽ വരെ, ഏതുവരെ? ഹിസ് ഫാദർ ഹാഡ് അറൈവ്ഡ്, ഫാദർ എത്തുന്നത് വരെ. അപ്പൊ ഇവിടെ ആ ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്, എത്തിക്കഴിഞ്ഞു. അതാണ് ഇവിടെ ടിൽ കംപ്ലീറ്റഡ് ആണെന്ന് കാണിക്കാൻ അൺടിൽ. ഇനി ബിഫോർ സാം ഹാഡ് വാക്ക്ഡ് ടു ഹിസ് ഹോം, ബിഫോർ സാം ഹാഡ് വാക്ക്ഡ് ടു ഹിസ് ഹോം, സാം വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ്. ഹി ഹിയർഡ് സം ഗുഡ് ന്യൂസ്, അവൻ ചില നല്ല വാർത്തകൾ കേട്ടു. ഇനി നോക്കൂ, ഇൻ സബോർഡിനേറ്റ് ക്ലോസ് ടു സജസ്റ്റ് സംതിങ് ഇമ്പോസിബിൾ ടു ഹാപ്പൺ. സബോർഡിനേറ്റ് ക്ലോസിൽ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. അതായത് ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും, പക്ഷെ അതിൽ പറയുന്ന കാര്യം സംഭവിക്കുക അസാധ്യമായിരിക്കും. അത്തരം കാര്യങ്ങളെ പറയാം. എക്സാമ്പിൾ, ഇഫ് സാം ഹാഡ് പ്രാക്ടീസ്ഡ് മോർ, സാം കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നുവെങ്കിൽ ഹി കുഡ് ഹാവ് ക്വാളിഫൈഡ് ഫോർ ദ ഫൈനൽസ്, ഫൈനൽസിന് അവൻ ക്വാളിഫൈഡ് ആകുമായിരുന്നു ചെയ്തിരുന്നെങ്കിൽ. സംഭവിക്കാത്ത കാര്യമാണ്. അതിനർത്ഥം സാം പ്രാക്ടീസ് ചെയ്തില്ല, അവൻ ക്വാളിഫൈഡ് ആയില്ല. അടുത്ത എക്സാമ്പിൾ, ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഏർലിയർ, താൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു, ഞാൻ തന്നെ സഹായിക്കുമായിരുന്നു. അതിനർത്ഥം താൻ എന്നോട് നേരത്തെ പറഞ്ഞില്ല, തന്നെ ഞാൻ സഹായിക്കുകയും ചെയ്തില്ല. അതാണ് സംഭവിക്കുക അസാധ്യം എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് പറയാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ആദ്യം നമുക്ക് ഫോർമാറ്റ് നോക്കാം. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് എല്ലാറ്റിലും വേണം. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സോ ഹാഡ് ബീന്, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് ബീന് വേണം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതായത് V1 പ്ലസ് ING, എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും V1 പ്ലസ് ING ഉപയോഗിക്കണം. ഇനി നമുക്ക് ഇതിന്റെ യൂസസ് നോക്കാം. ഒന്നാമത്തേത്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു എന്തിനു വേണ്ടിയിട്ട്? ഡിനോട്ട്സ് ആൻ ആക്ഷൻ ദാറ്റ് ബിഗാൻ ഇൻ ദ പാസ്റ്റ്, പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി കണ്ടിന്യൂഡ് ഫോർ സെർട്ടൻ ടൈം, അത് കുറച്ച് സമയം തുടർന്നു. ആൻഡ് ദെൻ എൻഡഡ് ഇൻ ദ പാസ്റ്റ് ഇറ്റ്സെൽഫ്, അത് പാസ്റ്റിൽ തന്നെ അവസാനിക്കും ചെയ്തു. പാസ്റ്റിൽ തുടങ്ങിയ പ്രവൃത്തി അത് പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തു, പാസ്റ്റിൽ തന്നെ അവസാനിക്കുകയും ചെയ്തു. എക്സാമ്പിൾ, ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ആസ് എ ഗാർഡനർ, അവൾ ഒരു ഗാർഡനറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പൊ കുറച്ചു കാലം അവൾ ഗാർഡനറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ജോലി തുടങ്ങിയത് പാസ്റ്റിലാണ്, അത് പാസ്റ്റിൽ തന്നെ എന്തിട്ടുണ്ട്, ആ ജോലി നിർത്തും ചെയ്തിട്ടുണ്ട്. എപ്പോ? ബിഫോർ ഷീ ജോയിൻഡ് ഗവൺമെന്റ് സർവീസ്, ഗവൺമെന്റ് സർവീസിൽ അവൾ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് അവള് ഗാർഡനർ ആയിരുന്നു. ആ പാസ്റ്റില് അവൾ കുറച്ചു കാലം ആ ജോലി തുടർന്നു. അങ്ങനെ ശേഷമാണ് അവളത് നിർത്തിയത്. മറ്റൊരു എക്സാമ്പിൾ, ഷീ ഹാഡ് ബീൻ ലാഫിംഗ് ഫോർ ഹാഫ് ആൻ അവർ, അരമണിക്കൂർ നേരം അവൾ ചിരിക്കുകയായിരുന്നു മുൻപ് പാസ്റ്റില്. അതായത് അരമണിക്കൂർ നേരം കണ്ടോ. ഷീ ഹാഡ് ബീൻ ലാഫിംഗ് ഫോർ ഹാഫ് ആൻ അവർ. അടുത്തൊരു ഉപയോഗം, ടു ഡിനോട്ട് എ റിപ്പീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ് when the number of occurrences is not mentioned. അതായത് ഒരു പ്രവൃത്തി പാസ്റ്റിൽ തുടർന്നിരുന്നു എന്ന് കാണിക്കാൻ, എന്നാൽ അത് എത്ര തവണ തുടർന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നില്ല. എക്സാമ്പിൾ,
ഷീ ഹാഡ് ബീൻ റിംഗിങ് ദ ബെൽ ഫോർ സം ടൈം. അവള് കുറച്ച് സമയം അവള് ബെല്ലടിച്ചിരുന്നു. കണ്ടോ, ഷീ ഹാഡ് ബീൻ റിംഗിങ്, അവള് ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു ഫോർ സം ടൈം, കുറച്ച് സമയം. അത് എത്ര പ്രാവശ്യം അടിച്ചു എന്ന് പറയുന്നില്ല. ഷീ ഹാഡ് ബീൻ റിംഗിങ്, അടിച്ചുകൊണ്ടേയിരുന്നു, ഫോർ സം ടൈം, കുറച്ച് സമയം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ പാസ്റ്റ് ടെൻസിലെ 4 നമ്മൾ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ട ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.